ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് പഞ്ച് ഡയലോഗ് അടിക്കുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് ഒരു മൗനി ഭാവിയായിട്ട് മാറി? ഇന്ന് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് തൻ്റെ വിജയത്തിനെ ചോദ്യം ചെയ്യുന്ന പല പ്രസ്താവനകളും പരാതികളും വന്നിട്ട് പോലും എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല? കാരണം തെളിവുകളാണ്. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, നിയമസഭയിൽ തൃശ്ശൂർ വോട്ട് ചെയ്ത സുരേഷ് ഗോപിയുടെ ഇപ്പോൾ ലോക്കൽ ബോഡി വോട്ട് ഇപ്പോഴും ശാസ്ത്രമംഗലത്താണ്. ഇതെന്താ ഈ വോട്ട് അസംബ്ലിയിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, ലോക്കൽ ബോഡിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, പാർലമെൻറ്റിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക? അപ്പോൾ കേരളം മുഴുവൻ നടന്ന് വോട്ട് ചെയ്യലാണോ? അതാണ് ഏർപ്പാട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സംഭവങ്ങൾ മൊത്തം ഈ ഇന്ത്യയിലെ 50 കോൺസ്റ്റിറ്റ്യുവൻസികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തിയ ടീം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടത് ബീഹാറിലെ 124 വയസ്സുള്ളൊരു സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവ് പോലും ഞെട്ടിപ്പോയി. കാരണം ബ്രഹ്മാവിൻ്റെ കണക്കിൽ 105 മേലെ ഇതുവരെ ബ്രഹ്മാവ് പടച്ചു വിട്ടവരാരും ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. 124 വർഷം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട് ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്തിട്ട് ഓരോ വരം വാങ്ങുന്നത്. രാവണൻ്റെ വരം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ മരിക്കാൻ പാടുള്ളൂ, മനുഷ്യൻ കൊല്ലുന്ന മനുഷ്യൻ വരുന്നത് വരെ ചിരഞ്ജീവി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ 124 വയസ്സ് വരെ ജീവിച്ച വനിത ആരാണെന്ന് കണ്ടിട്ട്, അതാണ് പറഞ്ഞത്, ബ്രഹ്മാവിനെ പോലും ഞെട്ടിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇങ്ങനത്തെ നടപടികൾ നമ്മുടെ രാജ്യത്തിനെ എവിടെ കൊണ്ടെത്തിക്കും? ഞാൻ പറഞ്ഞ ഇലക്ഷനിൽ തോൽവിയും വിജയമൊക്കെ ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമുള്ള ഒരു പരാജയത്തിനെ പരാജയമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ ജനവികാരത്തിനെ കള്ളവോട്ട് കൊണ്ടും ആൾമാറാട്ടം കൊണ്ടും അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് ജനാധിപത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഈ വിജയം ബ്രിമ്മിലല്ലേ? നരേന്ദ്രമോദിയുടെ വിജയം ബ്രിമ്മിലാണ്. കാരണം അയോധ്യ ഏറ്റവും അധികം ഇലക്ഷനിൽ വികാരമുണ്ടാക്കി പ്രസംഗിച്ച് അയോധ്യ പോലും കൈവിട്ടു BJP-യെ. ആ സമയത്താണ് പ്രതീക്ഷിക്കാത്ത തൃശ്ശൂർ പോലുള്ള നിയോജകമണ്ഡലങ്ങൾ BJP ജയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യത്തിനെ അട്ടിമറിക്കുന്ന തെളിവുകളാണ് കിട്ടിയത്. ഇതൊക്കെ ഇതിൽ പറയുന്ന ഈ ഫ്ലാറ്റുകൾ പറയുന്ന വോട്ട് ചേർത്തതിനെക്കുറിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് രസം. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ആ കലക്ടർ ഇപ്പോൾ ഏതോ ആന്ധ്രയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോയി എന്നാണ്. ആന്ധ്രയിൽ ഇപ്പോൾ TDP BJP സഖ്യത്തിൻ്റെ ഭരണം. അപ്പോൾ അദ്ദേഹം അന്ന് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു തിരക്കഥ എഴുതി എന്നാണ് മനസ്സിലായത്. മോഡി തിരക്കഥ എഴുതി, അതിൽ കുറേ നടന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ റിട്ടേണിംഗ് ഓഫീസറും പെട്ടു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, അതിൻ്റെ റിസൾട്ട് എന്താ നോക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇത് അങ്ങനെ അവസാനിപ്പിക്കേണ്ട കേസൊന്നുമല്ല. ഒരു 2 ഉദ്ദേശമേ ഉള്ളൂ. ഒന്നുകിൽ നമുക്കിതിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ ഈ തെളിവുകളൊക്കെ നമുക്കറിയാം. ഒരു കൊലക്കേസ് നടന്നാൽ പോലും കുറേ മാസം കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. പക്ഷേ ഇതുകൊണ്ട് പ്രധാനമായിട്ടും പാർട്ടി ഉദ്ദേശിക്കുന്നത് ഭാവിയിലെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. അതുമാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഇതിൽ തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാം. അതിന് കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ.